ഈ മേൽനോട്ടം കൊടുത്ത ഐ ജി ഈ കേസിന് മേൽനോട്ടം കൊടുത്ത ഐ ജിയെയും. അപ്പോൾ ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നുണ്ട് ഈ കേസിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഒരു നോർമലായിട്ട് സ്ഥലം മാറ്റുന്നതാണെങ്കിൽ പോലും മാമി കേസ് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത്, കേരളത്തിലെ മീഡിയകൾ ചർച്ച ചെയ്ത് അതിൻ്റെ ഒരുപാട് സാധ്യതകൾ DGP മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിലടക്കം മുൻപ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പറ്റി വന്ന ആക്ഷേപങ്ങൾ അതിനെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ പിന്നാലെ DGP കൊടുത്ത ലെറ്റർ, DGP റിപ്പോർട്ട്, CM കൊടുത്ത റിപ്പോർട്ടിലടക്കം പ്രതിപാദിച്ച ഒരു കാര്യമായിരുന്നു കോഴിക്കോട്ടെ മാമി കേസ്. ഇത്രയും കേരളം ചർച്ച ചെയ്ത കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഞങ്ങൾ പ്രധാനപ്പെട്ടെന്ന് പറയാൻ കാരണം മാമിയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും അന്ന് IG പ്രകാശ് സാറിനെ പോയി കണ്ട സമയത്ത് പ്രകാശ് സാർ പറഞ്ഞ കാര്യമുണ്ട്. ഈ കേസ് അന്വേഷണത്തിൻ്റെ ഞങ്ങളുടെ 3 ആളുകളുടെ തലയിലാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. ഒന്ന് IGP പ്രകാശ്, രണ്ടാമത് മലപ്പുറം ക്രൈംബ്രാഞ്ച് SP സന്തോഷ് കുമാർ സാറ്, മറ്റതൊന്ന് ഇതിൻ്റെ IO ആയ DYSP പ്രേമൻ സാറ്. ഈ 3 ആളുകളാണ് ഈ കേസ് കൺട്രോൾ ചെയ്യുന്നത്. ഈ കേസ് കൺട്രോൾ ചെയ്യുന്ന സ്ഥിതി ഈ 3 ആളുകളിൽ 2 ആളുകളാണ് സ്ഥലം മാറ്റുന്നത്. അപ്പോൾ ഇതിന് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനെതിരെ വേണ്ടിയിട്ട് അതിനോട് ഞങ്ങൾ ആശങ്കകളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും അദ്ദേഹത്തിന് മെയിൽ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പം ഇവരെ മുന്നോട്ട് ഉത്തരവിറക്കിയ ഈ DYSP ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ DYSP പ്രേമൻ അവർകളെയും അതുപോലെ തന്നെ IG പ്രകാശ് അവർകളെയും